ആശയ്ക്ക് 21-ാം നൂറ്റാണ്ടിലേറെയധികം ചർച്ചയായ ഏറ്റവും അധികം മാനുഷിക പ്രശ്നങ്ങൾ സംസാരിച്ച ഒരു കാര്യമാണ് ഇസ്രായേൽ, ഹമാസ്, ഗസ വിഷയങ്ങളെല്ലാം തന്നെ. കഴിഞ്ഞ 23 മാസത്തോളമായി ഗസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2023 ഒക്ടോബർ 7 എന്ന് പറയുന്ന ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 1200ഓളം ജൂതന്മാരെ പകവിട്ടൻ ഹമാസ് കൊന്നു തള്ളിയ ദിവസമായിരുന്നു. 250-ലധികം ബന്ദികളെയും ആയിട്ട് അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യം അന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വീഴ്ച വലിയ രീതിയിൽ ഉണ്ട്. അതിനൊപ്പം തന്നെ ആ ജൂതവിരുദ്ധതയുടെ ഏറ്റവും നെറികെട്ട് അല്ലെങ്കിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു വേർഷൻ നമുക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ 2023 കണ്ടു. ലോകം ഞെട്ടി. അതിൻ്റെ തുടർച്ചയായാണ് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഗസയിൽ ഉള്ള മാനുഷിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും ഗസയിൽ സാധാരണക്കാരുണ്ട്. തിരിച്ചുള്ള ആക്രമണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന സാധാരണക്കാരുണ്ട്. ഇസ്രായേൽ ആക്രമണം നിർത്താൻ സന്നദ്ധമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കൊരു സമാധാനത്തിൻ്റെ വാർത്ത വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുകൂടി അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി പറഞ്ഞൊരു വാർത്താ സമ്മേളനത്തിൽ ഗസയിൽ എങ്ങനെയാണ് സമാധാനപൂർണ്ണമാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗസ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നിബന്ധനകൾ, അല്ലെങ്കിൽ അതിനൊരു ഏകദേശമെങ്കിലും ഒരു രൂപരേഖയായിരിക്കുന്നു. നമുക്കറിയാം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപും നെതന്യാഹുവും ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗസയിൽ എന്തായാലും ഒന്ന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കും, അപ്പോൾ ആക്രമണം ഉടനെ നിർത്തുമെന്നുള്ള പ്രതീക്ഷ വേണ്ട എങ്കിലും 2 വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടക്കുന്നു. പിന്നെ ബന്ധിമോചനം പൂർണ്ണമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഗസയിൽ നിന്നും ഇസ്രായേൽ പിറകോട്ടേക്ക് ഇറങ്ങും, പക്ഷേ ഘട്ടം ഘട്ടമായി ആണെങ്കിലും പിറകോട്ടേക്ക് ഇറങ്ങും. ഗസൻ ജനതയ്ക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റണം. പക്ഷേ ഹമാസിൻ്റെ നിരായുധീകരണമാണ് ഏറ്റവും പ്രധാനമായി നടക്കേണ്ടതെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇതിനോട് ഹമാസിൻ്റെ പ്രതികരണം ഇതൊന്നും ഞങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല, രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ചർച്ചകൾ ഇതിനു മുൻപും കണ്ടിരുന്നു. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകളെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നു. ഒരുപക്ഷെ ഇത്രയും അധികം പിന്തുണയ്ക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം ജനറൽ അസംബ്ലി കഴിഞ്ഞ് ന്യൂയോർക്കിൽ സംസാരിച്ചതിന് തൊട്ട് ശേഷം മുതലേ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ചർച്ചകളുടെ ഒരു ആകത്തുകയിൽ വന്നിട്ടുള്ളൊരു വെളിച്ചമാണ്. എൻ്റെ കൺസേൺ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എല്ലാ ഇടങ്ങളിലും അവർക്ക് സൈനിക സോണുകൾ ഉണ്ടാക്കിയും ബഫർ സോണുകൾ ഉണ്ടാക്കിയും പോകുന്നൊരു രാഷ്ട്രമാണ്. അപ്പം സ്വാഭാവികമായും ട്രംപ് ആദ്യം മുതലേ ഗസയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങളും കാണിച്ചിരുന്നു. ഡെവിളിനോട് പോലും കൈകൊടുക്കുന്ന ബിസിനസ് മാനാണ് ട്രംപ്. എന്തായിരിക്കും ഇനി ഗസയിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ആശി കരുതുന്നത്? ഗസയിൽ എന്തായാലും ട്രംപിൻ്റെ അധ്യക്ഷതയിൽ ഒരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക, അതിലൂടെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേലിനോട് ചെയ്യുന്ന ആക്രമണങ്ങൾ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഗസയെ ഒരു സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ട്രംപ് ഇപ്പോൾ ഉൾക്കൊണ്ട ഒരു നിലപാട്. അത് തീർച്ചയായും ഗസൻ ജനതയ്ക്ക് അത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളെ അടക്കം ഭക്ഷണം കിട്ടാതെ എല്ലാം മരിച്ചു വീഴുന്ന സാഹചര്യമാണ് ഗസയിലുള്ളത്. അപ്പോൾ ട്രംപ് മുന്നിട്ട് ഇങ്ങനെയൊരു പദ്ധതി ചെയ്യുന്നത് ട്രംപിന് മറ്റ് ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഗസൻ ജനതയ്ക്ക് അത് ആവശ്യമാണ്. കാരണം അത്രയും ഭീകരമായ രീതിയിലാണ് അവിടെ അറ്റാക്ക് നടക്കുന്നത്. ഗസയുടെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗസ വിട്ട് പലായനം ചെയ്ത് പോയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ആകെ 7 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. അവരെ ഇനിയും വേട്ടയാടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇതിൽ ട്രംപ് പറയുന്ന നിർദ്ദേശങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്, കൃത്യമായി ആയുധം താഴെ വയ്ക്കും, ഇനിയൊരു ആക്രമണം ഉണ്ടാവാത്ത രീതിയിൽ ഗസൻ ജനതയ്ക്ക് ഇനിയൊരു വേട്ടയാടൽ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു രൂപരേഖയും നിർദ്ദേശങ്ങളുമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഇസ്രായേൽ അതിനെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാൻ തയ്യാറുമാണ്. ഇനി ഹമാസ് എന്ത് പറയും എന്നതാണ് ഇതിൽ സൂക്ഷിച്ച് വീക്ഷിക്കേണ്ടത്. കാരണം ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും സംയുക്തമായി തീരുമാനിച്ച നിർദ്ദേശങ്ങൾ ഒരിക്കലും ഹമാസ് ഒറ്റയടിക്കും ഒക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞാൽ നല്ലത്. കാരണം അതിൽ ഗസൻ ജനതയ്ക്ക് ഉൾക്കൊള്ളാവുന്ന, അല്ലെങ്കിൽ ഗസൻ ജനതയ്ക്ക് സമാധാനപരമായി ജീവിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളാണ് അതിലുള്ളത്. ഇത് ഹമാസ് എങ്ങനെയാണ് ഇനി ഹമാസ് ഇതിനെ മറുപടി നൽകുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം.
എന്തായാലും ഗസയിൽ സമാധാനം പുലരണം. കാരണം 2 വർഷത്തോളമായി അവിടെ യുദ്ധം നടക്കുന്നു. യുദ്ധം എന്ന് പറയുമ്പോൾ വളരെ ഭീകരമായ അന്തരീക്ഷമാണ്. കെട്ടിടങ്ങളെല്ലാം വേസ്റ്റ് കൂനകൾ പോലെയായി മാറുന്ന അവസ്ഥ. അതിനിടയിൽ മിസൈലുകൾ കൺമുന്നിൽ വന്ന് പൊട്ടുന്നൊരവസ്ഥ, വികലാംഗരായ ഒരുപാട് കുരുന്നുകൾ, അങ്ങനെ എത്രയെത്ര ജനങ്ങളാണ് അവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത് ഹമാസിന്റെ ചെയ്തികൾക്കുള്ള ഫലമാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരാണ്, സാധാരണ ജനങ്ങളാണ് അവിടെ അനുഭവിക്കുന്നത്. ഇത് തുടക്കം കുറിച്ചത് പലസ്തീനാണ്. ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് ഇത്തരം ഒരു അവസ്ഥ സൃഷ്ടിച്ചത് തീർത്തും അത് തുടങ്ങി വെച്ചത് പലസ്തീനാണെങ്കിൽ കൂടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ജനതയാണ്. അത് ഹമാസിന്റെ സംഘടനകൾ അല്ലെങ്കിൽ അവരെ സംഘടന തലപ്പത്തിരിക്കുന്നവരൊന്നും ഇത് അറിയുന്ന പോലുമില്ല. കാരണം അവർ മറ്റ് രാജ്യങ്ങളിലും എല്ലാം അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇത് താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കൃത്യമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ഒരു കരാറിൽ 2 രാജ്യങ്ങളും ഏർപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹമാസിനെ, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ പോലെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും, ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കും എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കരയാക്രമണം കൂടി ശക്തി പ്രാപിച്ചതോടുകൂടി ഒരുപാട് സാധാരണ ജനങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത്. അതൊരിക്കലും ഇനി അനുവദിച്ചുകൂടാ. ട്രംപ് എന്തായാലും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം വ്യക്തമായി പരിശോധിക്കുമ്പോൾ ഗസയിൽ സമാധാനം പുലരാൻ വേണ്ട ഒരു നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കൃത്യമായി അവിടെ പാലിക്കാൻ പറ്റിയാൽ അത് ഗസൻ ജനതയ്ക്ക് എന്തായാലും നല്ലതാണ്. കാരണം അവിടെ നിന്ന് പലായനം ചെയ്ത് ഗസയിൽ നിന്ന് മാറി താമസിക്കേണ്ടവർക്ക് പലായനം ചെയ്യാനുള്ള സുരക്ഷാ പാത ഒരുക്കുന്നത് വരെ ഉള്ള കൃത്യമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്നതാണ് ആ മാർഗനിർദ്ദേശങ്ങൾ. അതിൽ വ്യക്തമായി എല്ലാം പറയുന്നുണ്ട്. ജനത്തിന് ആവശ്യമായ ഇനി അവിടെ ഒരു ആക്രമണം നടക്കരുത് എന്ന്. അടിസ്ഥാനപരമായി ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ഈ IDF-ന്റെ ഫുട്ടേജസ് നിനക്കറിയായിരിക്കും, അവർ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് അത് പബ്ലിക്കിനെ കാണിക്കും, എത്ര ഭീകരമാണ് ഹമാസ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ. ഈ ഗസയുടെ താഴെ വശം, അതായത് ഗസയുടെ ഇപ്പോൾ ആശുപത്രി കെട്ടിടമാണെങ്കിൽ ആശുപത്രിയുടെ തൊട്ട് താഴെ വലിയ തുരങ്കങ്ങളാണ്. അതായത് ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കങ്ങൾ പാത നിർമ്മിച്ചിരിക്കുകയാണ്, ഈ ചിലന്തി വല പോലെ. അപ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്യണം. ഡീകമ്മീഷൻ ചെയ്ത് തുരങ്കങ്ങളിലെല്ലാം കോൺക്രീറ്റ് നിറയ്ക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ആയുധ ശേഖരം, പണം സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഫുഡ്. അതായത് ഗസൻ ജനത പട്ടിണി കിടക്കുമ്പോൾ ഈ തുരങ്കങ്ങളിൽ ഹമാസ് ഭീകരർ അവരുടെ ഇഷ്ടത്തിന് ലക്ഷറി ആയിട്ട് ജീവിക്കുകയായിരുന്നു. ഇനി അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി സമഗ്രമായ ഒരു രീതിയിൽ തീവ്രവാദത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആരൊക്കെയുണ്ടോ അവരുടെ നാട്ടിലവർക്ക് സമാധാനം, അത് ഇസ്രായേലിലും ജീവിക്കണം, അത് ഈ പറഞ്ഞ സാധാരണക്കാരായ ഗസൻ ജനതയ്ക്കും ജീവിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഹമാസ് വെടിനിർത്തൽ നടത്തുകയും അവർ ആയുധം വെച്ച് കീഴടക്കുക. കഴിഞ്ഞ ദിവസം ഫലസ്തീൻ ലീഡർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇത് തന്നെയാണ്. കാര്യം ഹമാസ് എന്ന ആയുധം താഴെ വെച്ചാലേ ഗസയ്ക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം അത്രയും അധികം എതിർപ്പ് ഇസ്രായേലുണ്ട്. മാത്രമല്ല ഖത്തറിനെ വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു, ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് കടന്നാക്രമിച്ചതിനെതിരെ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഇസ്രായേലൊന്നും ഭയപ്പെടുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇനി ഒരു 2023 ഒക്ടോബർ 7 ആവർത്തിക്കാൻ പാടില്ല. ഇനിയും ഗസയ്ക്ക് ഇങ്ങനെ ഒരു ഗതികൾ, കാര്യം എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ദുരിതത്തിലേക്ക് ഇനി അവർ പോകാൻ പാടില്ല. സമാധാനം ഉണ്ടാകട്ടെ ഈ ഒരു ചർച്ചയുടെ അന്തിമമായി എന്ന് പ്രത്യാശിക്കും.